സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ബൈബിളിലെ ആദ്യ വാചകത്തിലെ അവസാനത്തെ വാക്ക് കാണുവാനായിട്ട് പോവുകയാണ്. അവസാനത്തെ വാക്ക് ഹ ആർഎസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഇതിനൊന്ന് പിരിച്ചെഴുതുവാനായിട്ട് സാധിക്കും. ഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതൊരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ദി എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അതിനുശേഷം നമ്മൾ കാണുന്ന വാക്കാണ് ആർഎസ്. ആർഎസ് എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ എർത്ത്, ലാൻഡ് എന്നെല്ലാം അർത്ഥം വരും. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഭൂമിയെ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഭൂമി വളരെ സുന്ദരമായിരുന്നു, മനോഹരമായിരുന്നു, അതുപോലെ തന്നെ നന്മ നിറഞ്ഞ ഒരിടമായിരുന്നു എന്ന സൂചന നൽകുന്നുണ്ട്. ഒരു കൽപ്പയിൽ കാളയെയും ആടിനെയും കെട്ടാറില്ല, എപ്പോഴും രണ്ട് കാളകളെയാണ് കെട്ടുക. അതുകൊണ്ട് തന്നെ സ്വർഗം പോലെ തന്നെ വിശിഷ്ടമായ ഒന്നിനെ സ്വർഗവുമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നു. സ്വർഗം പോലെ തന്നെ തുല്യതയുള്ള ഭൂമിയെ. എന്നാൽ സ്വർഗത്തെ ആദ്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിലൂടെ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഭൂമിയിൽ ഇല്ലാത്ത എന്തോ ഒന്ന് സ്വർഗത്തിലുണ്ട്. അത് നിത്യജീവനാണ്. യേശുവാകുന്ന കണക്ടറിലൂടെയാണ് ഈ നിത്യജീവൻ ഭൂമിയിലുള്ളവർക്ക് ലഭിക്കുക. നമുക്ക് ഒന്ന് ചിന്തിക്കാം, ഭൂമി സുന്ദരവും നന്മ നിറഞ്ഞതുമായിരുന്നു. എന്നാൽ ഇന്ന് ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഈ ഭൂമിയിൽ നന്മ അവശേഷിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കും ഭൂമിയെ സുന്ദരമാക്കാനായിട്ട് പരിശ്രമിക്കാം, ഭൂമിയിലെ നന്മ നിലനിർത്തുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ദിനം ആശംസിക്കുന്നു. ഞാൻ ഇത്രയും ഹീബ്രു പദങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത് എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്ത വീഡിയോയിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടായിരിക്കും ഞാൻ വരിക. ചോദ്യം ഇതായിരുന്നു: വെള്ളം ദൈവം സൃഷ്ടിച്ചോ? സൃഷ്ടിച്ചെങ്കിൽ എന്ന്, എപ്പോൾ?